അടുത്തതായി പോളിജെനിക് ഇൻഹെറിറ്റൻസ്. പോളി എന്ന് പറഞ്ഞാൽ മെനി, ജെനിക് എന്ന് പറഞ്ഞാൽ ജീൻ സംബന്ധമായിട്ട്. സോ ഒരുപാട് ജീനുകളുടെ ഇൻഹെറിറ്റൻസ് എന്താണെന്നാണ് പറയുന്നത്, പോളിജെനിക് ഇൻഹെറിറ്റൻസ്. സോ നമ്മൾ മെൻ്റലിൻ്റെ ഇൻഹെറിറ്റൻസിൽ പഠിച്ചപ്പോൾ മെൻ്റൽ പഠിപ്പിച്ച കുറേ ട്രെയ്റ്റുകളുണ്ട്, മെൻ്റൽ സ്റ്റഡി ചെയ്ത കുറേ ട്രെയ്റ്റുകൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സ്. ആ ട്രെയ്റ്റുകൾക്കെല്ലാം, അതായത് ഹൈറ്റ് വൈസ് ആണെങ്കിലും ഫ്ലവറിൻ്റെ കളറാണെങ്കിലും സീഡിൻ്റെ ഷേപ്പ് ആണെങ്കിലും ഒക്കെ ആ മെൻ്റൽ സ്റ്റഡി ചെയ്ത എല്ലാ ട്രെയ്റ്റുകളും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഓൾട്ടർനേറ്റീവ് ഫോമുകൾ ഉണ്ടായിരുന്നു. ടോൾ എടുത്തപ്പോൾ ഡ്വാർഫ്, അതുപോലെ റെഡ് എടുത്തപ്പോൾ വൈറ്റ്, അങ്ങനെ ഡിസ്റ്റിങ്ക്റ്റ് ഗ്രീൻ എടുത്തപ്പോൾ യെല്ലോ, ഡിസ്റ്റിങ്ക്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോമുകളുള്ള ട്രെയ്റ്റുകളാണ് മെൻ്റൽ സ്റ്റഡി ചെയ്തത്. സോ അങ്ങനെ ഒരുപാട് ട്രെയ്റ്റുകളുണ്ട്. പക്ഷേ നമ്മൾ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു പെർട്ടിക്കുലർ ട്രെയ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. സോ ഒരുപാട് ട്രെയ്റ്റുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്രയും ഡിസ്റ്റിങ്ക്റ്റ് അല്ലാത്ത ട്രെയ്റ്റുകളുണ്ട്. ഇപ്പോൾ മെൻ്റൽ പ്ലാന്റിൽ ചെയ്ത ട്രെയ്റ്റുകൾ അത്ര ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രെയ്റ്റുകളായിരുന്നു. എന്നാൽ ഒരുപാട് മെനി ട്രെയ്റ്റ്സുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്ര ഡിസ്റ്റിങ്ക്റ്റ് അല്ല. നമ്മൾ കാണപ്പെടുന്ന കുറേ ട്രെയ്റ്റുകൾ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് രണ്ടെണ്ണം മാത്രമായിട്ട് കാണപ്പെടുന്ന ട്രെയ്റ്റുകളല്ല. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഹ്യൂമൻസിൽ ഇപ്പോൾ ഈ പറഞ്ഞ പ്ലാന്റിൻ്റെ ഹൈറ്റ് ടോള് ഡ്വാർഫ്. ഒരു മനുഷ്യൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നോക്കിയൊക്കെ, മനുഷ്യൻ്റെ ഹൈറ്റിൻ്റെ കാര്യത്തിൽ പൊക്കമുള്ള ഒരാൾ, പൊക്കം കുറഞ്ഞ ഒരാൾ, അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. ടോളും ഡ്വാർഫും മാത്രമായിട്ട് ഹൈറ്റിൻ്റെ കാര്യത്തിൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ കാര്യത്തിൽ നമുക്കൊരു ട്രെയ്റ്റ് ഓപ്പോസിറ്റായിട്ട് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ഫോം, ടോള് ഷോർട്ട് എന്ന് മാത്രം നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഹ്യൂമൻ ബീയിങ്സിൻ്റെ കാര്യം മാത്രം. സോ ഹ്യൂമൻ ബീയിങ്സിൻ്റെ കാര്യത്തിൽ ഒരുപാട് ഓൾട്ടർനേറ്റീവ് ഉണ്ട്, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് രണ്ടെണ്ണമല്ല, ഒരുപാട് ഓൾട്ടർനേറ്റീവുകളുണ്ട്. അതായത് നമ്മൾ ഹൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയ മാക്സിമം നല്ല ഹൈറ്റുള്ള ആൾ, ഹൈറ്റ് വളരെ കുറവുള്ള ആൾ, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരുപാട് ഹൈറ്റ് റേഞ്ചുകളുടെ പോസിബിലിറ്റി ഉണ്ട്. മീഡിയം ഹൈറ്റ്, അതിൻ്റെ കുറച്ച് കൂടി, അങ്ങനെ ആ ഹൈറ്റ് എക്സ്ട്രീം കൂടുതലും എക്സ്ട്രീം കുറവിൻ്റെ ഇടയിൽ ഒരുപാട് മിഡിലുള്ള ഒരുപാട് പോസിബിൾ ആയിട്ടുള്ള ഹൈറ്റ് റേഞ്ചുകൾ മനുഷ്യന്മാരുടെ കാര്യത്തിൽ കാണാൻ പറ്റും. അങ്ങനത്തെ ട്രെയ്റ്റുകൾ നമ്മൾ ഹ്യൂമൻ ബീയിങ്സിൽ നോക്കുന്ന പല ട്രെയ്റ്റുകൾക്കും നമുക്ക് പറയുകയാണെങ്കിൽ ചിലപ്പോൾ എൻവയോൺമെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവാം. ഇതുപോലെ ഇപ്പോൾ പറയുന്ന മനുഷ്യൻ്റെ ഉണ്ടാകുന്ന ആ ട്രെയ്റ്റുകളെ കൺട്രോൾ ചെയ്യണത് 3 അതിലധികമോ ജീനുകളായിരിക്കാം. സോ 3 അതിലധികമോ ജീനുകൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പോളിജെനിക് ട്രെയ്റ്റ്. പോളിജെനിക് ട്രെയ്റ്റ്. സോ പോളിജെനിക് ഇൻഹെറിറ്റൻസ് അതാണ് പറഞ്ഞു വരുന്നത്. നമ്മൾ പറഞ്ഞ ചില ട്രെയ്റ്റുകൾ കൺട്രോൾ ചെയ്യണത് എന്താണ്, മനുഷ്യനിലൊക്കെ ചില ട്രെയ്റ്റുകളെ കൺട്രോൾ ചെയ്യണത് മോർ ദാൻ 3 ജീൻസ് ആവും. 3 ജീനോ അല്ലെങ്കിൽ 3-ലധികം ജീനുകൾ കാരണമായിരിക്കും ഈ ഹ്യൂമൻ ബീയിങ്സ് അല്ല അല്ലെങ്കിൽ ചില ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ അവരുടെ ട്രെയ്റ്റുകളെ കൺട്രോൾ ചെയ്യുന്നത്. അതാണ് സം ട്രെയ്റ്റ്സ് ആർ ജനറലി കൺട്രോൾഡ് ബൈ 3 or more ജീൻസ്. 3 അതിലധികം ജീനുകൾ വെച്ചിട്ടായാലും പല ട്രെയ്റ്റുകളും കൺട്രോൾ ചെയ്യണത്. അതിനൊരു എക്സാമ്പിളാണ് നമ്മുടെ ഹ്യൂമനിലെ സ്കിൻ കളർ, മനുഷ്യൻ്റെ സ്കിന്നിൻ്റെ കളർ. മനുഷ്യൻ്റെ സ്കിന്നിൻ്റെ കളറിന് നമ്മൾ പറയുകയാണെങ്കിൽ പോളിജെനിക് ട്രെയ്റ്റിന് എക്സാമ്പിളാണ്, അല്ലെങ്കിൽ പോളിജെനിക് ഇൻഹെറിറ്റൻസിന് എക്സാമ്പിളാണ്. നമ്മൾ പറഞ്ഞ ഹൈറ്റിൻ്റെ കാര്യം പറഞ്ഞതും പോളിജെനിക് ഇൻഹെറിറ്റൻസിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ സ്കിന്നിൻ്റെ കളറും എന്താണ്, പോളിജെനിക് ട്രെയ്റ്റാണ്. അതിൻ്റെ ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കിന്നിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ട് കാണുന്ന ഫീനോടൈപ്പ് എന്ന് പറയുന്നത് അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് അലീൽ. നമ്മൾ 3 അതിലധികമോ ജീനുകളുണ്ടാവും. അപ്പോൾ അവിടെ ആ സ്കിൻ കളറിനെ ഡിറ്റർമിൻ ചെയ്യണത് കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് അലീൽ. അവിടെ ഏതൊക്കെ ജീനുകളുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ ആ ജീനുകളുടെ ഓരോ അലീലിനും അതിന് ഇൻഫ്ലുവൻസ് ഉണ്ട്. കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് അലീൽ ഉള്ളതുകൊണ്ട് അവിടെ ആഡപ്പ് ചെയ്ത് വരികയാണ്. അഡിക്റ്റീവ് ഇഫക്റ്റാണ് അവിടെ പോളിജെനിക് ഇൻഹെറിറ്റൻസ്. സോ 1-ലധികം അല്ലെങ്കിൽ 3-ലധികം ജീനുകളുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ ജീനുകളുടെയൊക്കെ അലീലുകളെ അഡിക്റ്റീവ് ഇഫക്റ്റാണ് കാണിക്കുക, ആഡപ്പ് ഇഫക്റ്റാണ് കാണിക്കുക. ഫോർ എക്സാമ്പിൾ 3 ജീനുകളാണ് ഹ്യൂമൻ ബീയിങ്സിലെ സ്കിൻ കളറിനെ കൺട്രോൾ ചെയ്യുന്നത്, ABC. അതാണ് സ്കിൻ കളറിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിനൊന്ന് നിങ്ങളുടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ A, ക്യാപിറ്റൽ B, ക്യാപിറ്റൽ C. നമ്മൾ പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ ഒക്കെ ഡോമിനൻറ്റിനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. സോ ABC എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഡോമിനൻറ്റ് ക്യാരക്ടറൊക്കെ ഡാർക്ക് സ്കിൻ കളറിനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതേസമയം സ്മോൾ ലെറ്റർ ABC അത് സൂചിപ്പിക്കുന്ന ലൈറ്റ് സ്കിൻ കളറാണ്. സോ ഹ്യൂമൻ ബീയിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഡാർക്ക് സ്കിൻ കളറുണ്ട്, ലൈറ്റ് സ്കിൻ കളറുണ്ട്. ഇതിൻ്റെ ഇടയിലുള്ള ഇടയിലുള്ള ഒരുപാട് വേരിയസ് ആയിട്ടുള്ള കളർ ചേഞ്ചുകളും നമുക്ക് കാണാൻ പറ്റും. സോ ഡാർക്ക് ആണെങ്കിൽ ക്യാപിറ്റൽ B, ക്യാപിറ്റൽ A, ക്യാപിറ്റൽ B, ക്യാപിറ്റൽ. ലൈറ്റ് ആണെങ്കിൽ സ്മോൾ ലെറ്റർ A, സ്മോൾ ലെറ്റർ B, സ്മോൾ ലെറ്റർ, ലൈറ്റ് സ്കിൻ കളർ. ഇനി ഇതിൻ്റെ ജീനോ ടൈപ്പ് നമ്മൾ പറഞ്ഞൊരു നമ്മൾ പെയർ ഫോമിലാണല്ലോ, 3 ജീനിൻ്റെ ഇൻഹെറിറ്റൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ജീനോ ടൈപ്പ്
എ 2 ഡോമിനൻ്റ് അല്ലി, ബി 2 ഡോമിനൻ്റ് അല്ലി, സി ഇത് മുഴുവൻ ആ ഡാർക്ക് കളർ, ഡാർക്ക് സ്കിന്നിനെ കളറിനെ ഡിറ്റോൺ. സോ എ ബി സി എന്ന് പറയുന്ന ഡാർക്കസ്റ്റ് സ്കിൻ കളറിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതേസമയം അതിൻ്റെ സ്മോൾ ലെറ്റേഴ്സ് സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ സി ലൈറ്റ് സ്കിൻ കളറിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ജീനോടൈപ്പുകൾ ഇതും ജീനോടൈപ്പുകളെ തമ്മിൽ ക്രോസ് ചെയ്യാണ് നിൽക്കുക. ഹ്യൂമൻ ബീങ്സിൻ്റെ കാര്യത്തിൽ ഡാർക്ക് സ്കിൻ കളറുള്ള മനുഷ്യനും അല്ലെങ്കിൽ ലൈറ്റ് സ്കിൻ കളറുള്ള വേറൊരാളും രണ്ടുപേരെ തമ്മിൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒരുപാട് ചാൻസസ് ആണല്ലോ. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിനൊക്കെ ഓരോന്ന് ഗ്യാമറ്റുകളായിട്ട് എടുത്ത് എഴുതുമ്പോൾ ഓരോ ക്രോസിനെയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെയിലും ഫീമെയിലും നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ ഒരുപാട് പോസിബിലിറ്റി ഉണ്ട്. ഡാർക്ക് സ്കിൻ കളർ കിട്ടും, ലൈറ്റ് സ്കിൻ കളർ കിട്ടും. അതുമാത്രമല്ല ഇൻ്റർമീഡിയറ്റ് സ്കിൻ കളർ ഒരുപാട് കിട്ടും. ഈ രണ്ട് ഡാർക്കും ലൈറ്റിൻ്റെയും ഇടയിൽ കിടക്കുന്ന മിഡിൽ കിടക്കുന്ന ഇൻ്റർമീഡിയറ്റ് സ്കിൻ കളറിനും ഒരുപാട് സാധ്യതയുണ്ട്. സോ ഇത് രണ്ടും ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻ്റർമീഡിയറ്റ് സ്കിൻ കളർ കിട്ടുന്നു. ഡാർക്കും അല്ല ലൈറ്റും അല്ലാണ്ട് അത് പോരാണ്ട് ഇൻ്റർമീഡിയറ്റ് സ്കിൻ കളറും കിട്ടുന്നു. വലിയ ഒരു ഇൻഹെറിറ്റൻസ് പാറ്റേൺ ആണ് 3 ജീനുള്ളപ്പോൾ വലിയൊരു നമ്മൾ ചെക്കർ ബോർഡ് വരയ്ക്കണം. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇത്രയേ ഉള്ളൂ, ഒരു പെർട്ടിക്കുലർ ട്രെയ്റ്റിനെ നമ്മുടെ സ്കിൻ കളറിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ട്രെയ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നത് 3 അതിലധികമോ ജീനാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പോളിജെനിക് ഇൻഹെറിറ്റൻസ്. അങ്ങനെ ഒന്നിലധികം ജീനുകൾ വെച്ച് കൺട്രോൾ ചെയ്യുന്ന ട്രെയ്റ്റുകളെ വിളിക്കുന്ന പേരാണ് പോളിജെനിക് ട്രെയ്റ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്രേ ഉള്ളൂ, നമ്പർ ഓഫ് ഈച്ച് ടൈപ്പ് ഓഫ് അലീൽ, ഈ പറഞ്ഞ ഓരോന്നിൻ്റെയും ഈ ടൈപ്പ് ഓഫ് അലീൽ ഇൻ ദ ജീനോടൈപ്പിൽ കാണുന്ന എത്ര അലീലുണ്ട്, നമ്പർ ഓഫ് ഈച്ച് ടൈപ്പ് ഓഫ് അലീൽ, ഓരോ അലീലുകളും എന്തിനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഡിറ്റർമിൻ ഡാർക്ക്നെസ് ആവാം അല്ലെങ്കിൽ ലൈറ്റ്നെസ് ഓഫ് ദ സ്കിൻ ഇൻ എൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിൽ ഡാർക്ക് സ്കിന്നാണോ ലൈറ്റ് സ്കിന്നാണോ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് സ്കിന്നാണോ എന്നൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ പറഞ്ഞ ജീനോടൈപ്പിൽ കാണുന്ന ഓരോ അലീലും, ഈച്ച് ടൈപ്പ് ഓഫ് അലീൽ, ഓരോ അലീലിനും അതിന് റോളുണ്ട്. ഓരോ അലീലുകളും മറ്റേ ക്രോസ് ചെയ്യണ ഏതിനെയാണെന്ന് വെച്ചാൽ അതുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഒരുപാട് പോസിബിലിറ്റി ഉണ്ട്. സോ ഡാർക്ക് സ്കിൻ കളറും കിട്ടും, ലൈറ്റ് സ്കിൻ കളറും കിട്ടും. ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്കുള്ള ഇൻ്റർമീഡിയറ്റ് ഒരുപാടായിട്ടുള്ള സ്കിൻ കളറും കിട്ടുന്നു. ഇതാണ് പോളിജെനിക് ഇൻഹെറിറ്റൻസ്. ഒരു ജീന് പകരം 3 ജീനുകൾ ഒരു പെർട്ടിക്കുലർ ട്രെയ്റ്റിനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ, ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ സ്കിൻ കളർ ആവാം, ഹൈറ്റ് ആവാം, ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ട്രെയ്റ്റിനെ 3-3 ജീൻ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പോളിജെനിക് ഇൻഹെറിറ്റൻസ്.